ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ 2-3 ട്രാൻസ്ഫർ അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട്. എന്തായാലും പെട്ടെന്ന് തന്നെ നമുക്ക് അതിലേക്ക് കിടക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ തിരിയുമായിട്ട് വന്നപ്പോൾ ഒരു അപ്ഡേറ്റാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മുംബൈ സിറ്റി FC താരമാണ് തിരി. എന്തായാലും അദ്ദേഹം ബംഗളൂരു FC പോകുവാൻ തരത്തിൽ റൂമറുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നുമില്ല. മുംബൈ സിറ്റി FC അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കിയിരിക്കുകയാണ്. 1 വർഷത്തേക്ക് കൂടെ നീട്ടിയെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ മുംബൈ സിറ്റി FC താരം തന്നെയാണ് തിരി. അദ്ദേഹം ബംഗളൂരുവിലേക്ക് പോകുകയില്ല. ഇനി അടുത്ത അപ്ഡേറ്റ് തുറന്ന് നമ്മുടെ എൽസീനിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റാണ്. എന്തായാലും എൽസീനിയോ ദാസ് എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത്. എൽസീനിയോ ഡയസ് എന്നൊക്കെ ചെന്നൈയിൻ FC മാറ്റി ദാസ് എന്നാക്കി. എന്തായാലും അദ്ദേഹത്തെ ഇപ്പോൾ ചെന്നൈയിൻ FC സൈൻ ചെയ്തിരിക്കുകയാണ് 2 വർഷത്തെ ഇയർ ഡീലിൽ. എന്തായാലും വീണ്ടും ചെന്നൈ പറ്റിച്ചെന്ന് പറയാം. അതായത് ഏതാണ്ട് ബ്രസീലിയൻ താരം വരുന്നു, ഭയങ്കരമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരൊരു ടീസ് ഇട്ടു, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. എല്ലാവരും നോക്കിയപ്പോൾ എൽസീനോ, അവർ വിചാരിച്ച് മറ്റേ ബ്രാമ്പില്ലോ അങ്ങനെ പറയുന്ന ഒരു താരം ചെന്നൈയിൻ FC വരും എന്ന തരത്തിൽ റൂമറുകളുണ്ടായിരുന്നു. എന്തായാലും ആ താരമാണെന്ന് എല്ലാവരും വിചാരിച്ചു, വീണ്ടും പറ്റിച്ചു എന്ന് തന്നെ പറയാം. പക്ഷേ എൽസീനോ വളരെ മികച്ചൊരു സൈനിങ്ങാണ്. ഓവൻ ഗോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് എൽസീനോയ്ക്ക് എവിടെ വേണമെങ്കിലും കളിക്കാം. അതായത് സെൻട്രൽ മിഡ്ഫീൽഡിൽ കളിക്കാം, അതുപോലെ തന്നെ സെൻറ്റർ ബാക്ക് കളിക്കാം. അതായത് ഇപ്പോൾ ഞങ്ങൾ 1 ഗോളിൻ്റെ ലീഡിൽ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എൽസീനിയെ ഒരു സെൻറ്റർ ബാക്കായിട്ട് കളിപ്പിക്കാം. അതിന് ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് എൽസീനിയോ എടുത്തതെന്ന് ഓവൻ ഗോയിൽ ഇപ്പോൾ എടുത്തു പറയുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നത് വളരെ മികച്ച സൈനിങ്ങാണ്. എൽസീനിയോ ഏത് ക്ലബ്ബിൽ കളിച്ചാലും ഒരു മികച്ച സൈനിങ് ആയിരിക്കും. ഇതിന് അത്ര വലിയ മാർക്കറ്റ് വാല്യൂ ഉള്ള താരമല്ല. അതുപോലെ തന്നെ CMFും അതുപോലെ തന്നെ സെൻറ്റർ ബാക്ക് ഒരുപോലെ കളിക്കുന്നൊരു താരമാണ്. സോ വളരെ നല്ലൊരു സൈനിങ് എന്ന് തന്നെ പറയണം. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രീകുട്ടനുമായിട്ട് വന്നപ്പോൾ അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് FC താരവും അതുപോലെ ഇപ്പോൾ ഗോകുലം കേരള FC കളിച്ചുകൊണ്ടിരിക്കുന്ന താരമാണ് ശ്രീകുട്ടൻ. കഴിഞ്ഞ സീസണിൽ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത്. എടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ശ്രീകുട്ടൻ ഇപ്പോൾ ഇന്റർ കാശി റാഞ്ചിയിരിക്കുകയാണ്. ഇപ്പോൾ ഇന്റർ കാശി ടീമിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് അദ്ദേഹം. ഈ ഒരു ഐ ലീഗ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ശ്രീകുട്ടൻ എന്ന് പറയുന്ന ഒരു വലിയ സൈനിങ് തന്നെയാണ്. അത് നമ്മുടെ ഇവിടുത്തെ ഒരു ചാങ്ത്തെ ടൈപ്പ് ഒരു പ്ലെയർ തന്നെയാണ്. ഐ ലീഗിലേക്ക് നോക്കുകയാണെങ്കിൽ ശ്രീകുട്ടൻ എന്ന് പറയുന്നത് ഒരു വമ്പൻ സൈനിങ് ആണ്. സോ ഇന്റർ കാശി നമുക്കറിയാം അവർ ടോപ്പ് ടീം ആകാനാണ് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ആ ടൈപ്പ് ഓഫ് പ്ലേയേഴ്സിനെ എടുക്കുകയും വാങ്ങുകയൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ലൊരു മൂവാണ് തന്നെ പറയണം ഇന്റർ കാശിയുടെ ഭാഗത്തു നിന്നും.